ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് VPN എന്താണ്, VPN ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ VPN നമ്മളുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ സാധിക്കും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഒരുപാട് സുഹൃത്തുക്കൾ യൂട്യൂബിൽ കമന്റുകളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് VPN, എങ്ങനെ VPN യൂസ് ചെയ്യാം. പലരും VPN യൂസ് ചെയ്യുന്നവരായിരിക്കാം, എന്നാൽ അവർക്ക് എന്താണ് VPN എന്നുള്ളത് പലർക്കും അറിയില്ല. വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, VPN ഫുൾ ഫോം ആണ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് എന്താണ് VPN എന്ന് നോക്കാം. VPN എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നെറ്റ്വർക്കിംഗ് എന്താണെന്ന് നോക്കാം. വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇപ്പോൾ നമ്മളുടെ വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്നും നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യും, കമ്പ്യൂട്ടർ കണക്ട് ചെയ്യും, അതിനോടൊപ്പം ലാപ്ടോപ്പ് കണക്ട് ചെയ്യും. ഇങ്ങനെ ഒരു വൈഫൈ കണക്ഷനിൽ നിന്നും പല ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഒരു ഇന്റേണൽ നെറ്റ്വർക്കാണ്. അതിന് ഔട്ട്സൈഡുള്ള നെറ്റ്വർക്കുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളുടെ വൈഫൈ കണക്ഷനിൽ നിന്നും അത് നമ്മളുടെ വീടിനുള്ളിലോ ഓഫീസിനുള്ളിലോ ഉള്ള ഒന്നിലധികം ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നു. ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്ന് കരുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ സെർച്ച് ചെയ്തു എന്ന് കരുതുക. നിങ്ങൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആ വീഡിയോ എത്തുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് യൂട്യൂബിൻ്റെ ഏതെങ്കിലും ഒരു സെർവറിൽ, അതിപ്പോൾ ഇന്ത്യയിലാകാം അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സേവ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ മുമ്പിൽ എത്തുന്നത്. ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾക്ക് ഗൂഗിളിൽ നിന്നും ഫേസ്ബുക്ക് ഓപ്പൺ ആക്കണം. നമ്മൾ ഫേസ്ബുക്ക് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് നമ്മളുടെ മുമ്പിൽ എത്തുന്നത് ഫേസ്ബുക്കിന്റെ ഏതെങ്കിലും ഒരു സെർവറിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും. അത് ആ ഫയൽ നമ്മളുടെ മുമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന റിക്വസ്റ്റ് ഈ സെർവറിൽ എത്തണം. ഇത് എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സേവ് ചെയ്തിരിക്കുന്ന ആ സെർവറിൽ എത്തിയതിനു ശേഷം ആ റിക്വസ്റ്റ് അവിടെ സ്വീകരിച്ചതിന് ശേഷമാണ് നമുക്ക് അതിന്റെ റിസൾട്ട് നമ്മളുടെ സ്ക്രീനിൽ നമ്മളുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൗട്ടറിന്, ഇന്റർനെറ്റിന്, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിന് ഒക്കെ തന്നെ ഒരു IP അഡ്രസ് ഉണ്ടായിരിക്കും, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. അപ്പോൾ ഇത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സെർവറിൽ എത്തും. ആ സെർവറിൽ നിന്നും നമ്മളുടെ IP അഡ്രസ്സിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് ലഭിക്കും. അങ്ങനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മളുടെ IP അഡ്രസ്സിലേക്കാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളുടെ IP അഡ്രസ്സ് ആ സെർവർ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമ്മളുടെ IP അഡ്രസ്സിൽ നമുക്ക് ഓരോ കണ്ടന്റും നമ്മൾ സെർച്ച് ചെയ്യുന്നത് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു നോർമൽ ഇന്റർനെറ്റ് നെറ്റ്വർക്കിംഗ്. ഇതിൽ ചില ദോഷങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇന്റർനെറ്റ് പ്രൊവൈഡർ, ഇപ്പോൾ ഏത് ഇന്റർനെറ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ IP അഡ്രസ്സിന്റെ ത്രൂ അവർക്ക് നമ്മളുടെ IP അഡ്രസ്സ് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിൽ പോകുന്നു, നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഏതൊക്കെ ഫയൽ കാണുന്നു, ഇതൊക്കെ അവർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുള്ള കാര്യമാണ് ഈ ഓപ്പൺ വൈഫൈ യൂസ് ചെയ്യാൻ സാധിക്കുമോ. അപ്പോൾ ഓപ്പൺ വൈഫൈ യൂസ് ചെയ്യുന്നത് 100% സേഫ് അല്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ നമ്മൾ ആ ഓപ്പൺ വൈഫൈയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന റിക്വസ്റ്റുകൾ, നമ്മൾ ഏതൊക്കെ പേജ് സെർച്ച് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നെറ്റ്വർക്കിൽ നോക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അവർക്ക് ഒരു ഹാക്കിംഗ് അറിയാവുന്ന വ്യക്തിയാണ് ഓപ്പൺ വൈഫൈ നമുക്ക് നൽകുന്നതെങ്കിൽ നമ്മൾ ആ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആകുന്നതിലൂടെ നമ്മുടെ IP അഡ്രസ്സിന്റെ ത്രൂ എല്ലാ വിവരങ്ങളും അവർക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കും. ഇതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡേറ്റ വരെ നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഇനി പലപ്പോഴും നിങ്ങൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും, ചില വീഡിയോകൾ അല്ലെന്നുണ്ടെങ്കിൽ ചില വെബ്സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ അത് നമ്മളുടെ രാജ്യത്ത്, ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ ചില വെബ്സൈറ്റുകൾ, ചില വീഡിയോകൾ, ചില ഇന്റർനെറ്റ് കണ്ടന്റ് നമുക്ക് ലഭിക്കത്തില്ല. അതൊരു പക്ഷേ US വേണ്ടി മാത്രമുള്ള വീഡിയോകളായിരിക്കാം, US വേണ്ടി കാണാൻ വേണ്ടിയുള്ള വീഡിയോകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബ്സൈറ്റ് ആയിരിക്കാം. അത് ഇന്ത്യയിലിരുന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ വെളിയിലുള്ള ഒരു രാജ്യത്ത് നിന്ന് സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഇന്ത്യയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് അവിടെ ഇരുന്നും ഓപ്പൺ ആക്കി ഇന്റർനെറ്റിലൂടെ കാണാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് VPN നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് US മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്ത്യയിൽ ഇരുന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ ആ സെർവറിന് അത് മനസ്സിലാകും നമ്മളുടെ IP അഡ്രസ് വെച്ച് നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് സെർച്ച് ചെയ്യുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ നിന്നൊരു വീഡിയോ റിക്വസ്റ്റ് ചെയ്യുകയാണ്, അത് US മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ. അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സെർവറിന് മനസ്സിലാവും നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം IP അഡ്രസ്സിന്റെ ത്രൂ ആ സെർവർ നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ആ റിക്വസ്റ്റ് വിടുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇന്ത്യയിൽ അനുമതി ഇല്ലാത്ത ആ
വെബ്സൈറ്റ് അല്ലെങ്കിൽ വീഡിയോ എന്തുമായിക്കോട്ടെ അത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കാണാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് VPN യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി എന്താണ് VPN എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ നിന്നും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്ക്രീനിൽ എഴുതി വന്നു ദിസ് വെബ്സൈറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ യുവർ കൺട്രി. ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ആ വെബ്സൈറ്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, അത് ലോകത്തിന്റെ വേറെ ഏതെങ്കിലും ഒക്കെ ഭാഗങ്ങളിൽ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ US അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് VPN കണക്ട് ചെയ്യുകയാണ്. VPN കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന VPN ഒരുപക്ഷെ VPN സെർവർ US അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാം. നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത വെബ്സൈറ്റ് ഓപ്പൺ ആക്കാനായിട്ട് ഇന്ത്യയിൽ നിന്നും ആ VPN സെർവറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ആ VPN സെർവർ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാം. അവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള റിക്വസ്റ്റ് ഈ വെബ്സൈറ്റിന് അയച്ച്, അപ്പോൾ ഈ വെബ്സൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കണ്ടന്റ് ഇന്ത്യയിൽ നൽകില്ല എന്നാണ്. എന്നാൽ നമ്മൾ VPN ത്രൂ US മറ്റേതെങ്കിലും രാജ്യങ്ങളിലുള്ള ഒരു സെർവറുമായിട്ടാണ് ഈ വെബ്സൈറ്റിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വെബ്സൈറ്റ് കരുതും ഇത് മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നുള്ള സെർവറാണെന്ന് കരുതി നമ്മളുടെ ആ റിക്വസ്റ്റ് VPN ത്രൂ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾക്ക് ലഭിക്കുന്നു, നമ്മളുടെ മുമ്പിലെത്തുന്നു. നമ്മളുടെ സ്ക്രീനിൽ ആ ഇന്ത്യയിൽ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ആ വെബ്സൈറ്റ് നമുക്ക് VPN ത്രൂ നമ്മളുടെ മുമ്പിലെത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ VPN എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ രാജ്യത്ത് അവൈലബിൾ അല്ലാത്ത ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ അത് നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ വിർച്വൽ സെർവറിലൂടെ നമ്മളുടെ രാജ്യത്തിരുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് VPN എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തികച്ചും എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് ഫ്രീ സൈറ്റുകളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഫ്രീ വെബ്സൈറ്റ് ലഭിക്കും, ഫ്രീ VPN എക്സ്റ്റൻഷൻസ് ലഭിക്കും, അതുപോലെ ഫ്രീ ആപ്ലിക്കേഷൻസ് ലഭിക്കും. നിങ്ങളിതൊക്കെ യൂസ് ചെയ്ത് നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ പെയ്ഡ് VPN സർവീസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്നാൽ എല്ലാവരും പെയ്ഡ് ആയിട്ടുള്ള VPN സർവീസുകൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രീ സർവീസ്, ഫ്രീ VPN ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് ഫ്രീ VPNകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ VPN സെർവർ തന്നെ ഒരു ഹാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ അയക്കുന്ന റിക്വസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ VPN സെർവറിൽ ചെല്ലുന്ന അവർ തന്നെ നമ്മുടെ കണ്ടന്റൊക്കെ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള VPN സർവീസ് തന്നെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് സുഹൃത്തുക്കൾ കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ മൊബൈൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഇതുപോലെ വീഡിയോകളാക്കി അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.